ചേട്ടന് മനസ്സിലായില്ല, ഞാനൊരു ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റിയാണ്. എൻ്റെ അക്കൗണ്ടിൽ 10K ഫോളോവേഴ്സാണ്. ഞാനൊരു ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റിയാണ്. എന്നെ അറിയില്ല. ചിലപ്പോൾ ഞാൻ സൺഗ്ലാസ് വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും, നിന്നുമായിട്ട് കാണാൻ പറ്റുമായിരിക്കും. നോക്കൂ, അറിയില്ല. അയ്യോ, ഞാൻ കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഞാൻ പച്ചക്കുയിലൊക്കെ കുറേ ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. എന്നെ അറിയില്ല. ചിലപ്പോൾ നിങ്ങളെന്നെ ഫോളോ ചെയ്യുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും പ്രശ്നം കാണും, അതിൻ്റെ ശല്യപ്പെടുത്തുന്ന റീൽസ് നിങ്ങളുടെ പേജിലൊന്നും വരാത്തത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എന്നെ കാണേണ്ടതാണല്ലോ. ബാക്കിയെല്ലാവർക്കും എന്നെ അറിയാമല്ലോ, നിങ്ങൾക്കറിയില്ല. ഇൻ്റർവ്യൂ എടുക്കാൻ എന്നെ വിളിച്ചില്ല നിങ്ങൾ, എന്നപ്പോൾ ഇൻ്റർവ്യൂ എടുത്തോളൂ. എനിക്കിങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കണം, എല്ലാ ചാനലിലും കയറി, അതായത് എല്ലാ ഇൻസ്റ്റാഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെയും എല്ലാ ഓൺലൈൻ മീഡിയ പേജിൽ എനിക്കിങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ തന്നു നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. മാഡം എങ്ങനെയാണ് സിനിമയിൽ എത്തിപ്പെട്ടതെന്നൊന്ന് പറയൂ. അയ്യോ, അത് സത്യം പറഞ്ഞാൽ റീൽസിലൊക്കെ ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് ജനിച്ച് വീണപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതായത് ജനിച്ച് ഡോക്ടറിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ മുതലുള്ള എൻ്റെ ഒരു അമിതമായിട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും വൈറലാകണം, ഫേമസ് ആകണം എന്നൊക്കെ. പിന്നെ ഞാൻ ഇനാഗുറേഷൻസ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഇനാഗുറേഷൻസിനൊന്നും തന്നെ വിളിക്കാറില്ല, ഞാനെല്ലാം അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഇനാഗുറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ കൊളാബ് ചെയ്യും, എല്ലാ ടൈപ്പ് കൊളാബറേഷൻസ് ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അയ്യോ പറഞ്ഞോളൂ, എനിക്കിപ്പോൾ ഒരു കൊളാബറേഷൻ വേണ്ട. ആക്രിക്കടയാണോ? ആക്രിക്കടയാണെങ്കിൽ സാരമില്ല ചേട്ടാ, ആക്രി പറക്കുന്നതൊക്കെ ഞാൻ കൊളാബ്. എൻ്റെ അക്കൗണ്ടിൽ 10K ഫോളോവേഴ്സ് ഉണ്ട്. സോ എൻ്റെ പോസ്റ്റിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട്. അപ്പോൾ ചേട്ടന് കൂടുതൽ വീട്ടിൽ കയറി ആക്രി പറക്കാൻ പറ്റും. ഞാൻ ആക്രി പറക്കുന്ന കാണുമ്പോൾ ആൾക്കാർ അതിൽ ഇൻഫ്ലുവൻസ് ആകും.